സ്നേഹനിധികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ ധ്യാനത്തിൻ്റെ 8-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വചനധാരയെ ഹൃദയം കൊണ്ട് പുണർന്ന ഹൃദയ ഗുരു ജലാലുദ്ദീൻ റൂമിയുടെ വഴിത്താരയിൽ എങ്ങനെയാണോ അതിലെ വചനങ്ങളെ, വചനഭാഗങ്ങളെ, സൂക്തഭാഗങ്ങളെ, ഓരോ അക്ഷരത്തെയും വാക്കിനെയും അതിൻ്റെ മൗനത്തെയും എങ്ങനെയാണോ ഹൃദയം കൊണ്ട് പുണരാൻ ഗുരു നമ്മെ പ്രാപ്തമാക്കിയത്, ആ വഴിയിലൂടെ ആത്മബോധപ്രകാശത്തിൽ നമ്മൾ ഖുർആനിനെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് സമീപിക്കാനാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. കണ്ണുകൊണ്ട് നോക്കിയാൽ വാക്കുകളും, ബുദ്ധി കൊണ്ട് നോക്കിയാൽ അർത്ഥവും, ഹൃദയം കൊണ്ട് നീ കാണുമ്പോൾ നിനക്ക് അതിലെ ദിവ്യപ്രണയവും, ആത്മാവ് കൊണ്ട് കാണാൻ നീ പ്രാപ്തനാകുമ്പോൾ നിനക്കതിൽ ആത്മനാഥനെയും ദർശിക്കാം, സാക്ഷാത്കരിക്കാം എന്ന് ഗുരു പറഞ്ഞു തന്ന വഴിയെ, ആ ഹൃദയ വഴിയെ, ആ പ്രണയ വഴിയെ, ആ ജ്ഞാനപ്പൊരുൾ തേടി നമ്മൾ യാത്ര തുടരുകയാണ്. അതിൻ്റെ 8-ാം ദിവസത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 22-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്തെ, ആ വചനത്തിൻ്റെ പ്രണയപ്പൊരുളിനെ, അതിൻ്റെ പ്രാണനായിരിക്കുന്ന, അതിനകത്തിരിക്കുന്ന ആ ആത്മജ്ഞാനത്തിൻ്റെ നേർത്ത പ്രകാശധൂളിയെ നമ്മൾ എങ്ങനെ അതിനെ അനുഭവിച്ചറിയും, അതിനകത്തിരിക്കുന്ന ആഴത്തെ എങ്ങനെയാണ് നാം ഹൃദയം കൊണ്ട് ദർശിക്കാൻ, അതിലേക്കുള്ളൊരു ജാലകം എങ്ങനെ നാം തുറക്കുമെന്ന് അറിയാൻ നമ്മൾ ഒരുമിച്ച് അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വളരെ വിശ്രുതമായ സൂക്തമാണ്. പല രീതിയിൽ നമ്മൾ അതിൻ്റെ അർത്ഥം പല പരിഭാഷകളിൽ, പല പാരമ്പര്യ രീതികളിൽ, പല പ്രഭാഷണങ്ങളിൽ, പല രചനകളിൽ, പല തലത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിൽ ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു ജീവസുറ്റ പൊരുളിനെയാണ്. ദാലിക, അത് വമൻ യുഅല്ലിം ശആഇറല്ലാഹി, അള്ളാഹുവിൻ്റെ ശആഇറിനെ ആരെങ്കിലും വന്ദിച്ചാൽ, ആരെങ്കിലും ആദരിക്കുന്ന പക്ഷം, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വൽ ഖുലൂബിൽ നിന്നുള്ളതാണ് നിശ്ചയം എന്നതാണ് ഇതിൻ്റെ സാമാന്യമായ പരിഭാഷ. ഇവിടെ 2 വാക്കുകളാണ്. ഈ ശആഇർ അല്ലാഹ് എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ ശആഇർ എന്ന് പറയുന്നത് അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ്. പല തലത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അനുഷ്ഠാനങ്ങളാണ് എന്നെല്ലാം പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആധ്യാത്മിക ജ്ഞാനപ്പൊരുളിൻ്റെ ഗുരുക്കന്മാർ പറയുന്നത് അത് ജീവിച്ചിരിക്കുന്ന ചിഹ്നങ്ങളാണ്, ജീവിച്ചിരിക്കുന്ന അടയാളമാണ് ഈ ശആഇർ എന്ന് പറഞ്ഞാൽ. ആ ഗുരു പരമ്പരയാണ്. ആ ദിവ്യപ്രകാശത്തെ, ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ മാത്രം ആ ദൈവികത, നമ്മൾ പറഞ്ഞ ആ സിഫാത്തെ ഹഖ്, കഴിഞ്ഞ ദിവസം ഹസ്രത്ത് അലിയിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ആ സിഫാത്തെ ഹഖ് അല്ലാതെ മറ്റൊന്നുമല്ലാത്ത വിധം, ആ അള്ളാഹുവിൻ്റെ ആ ഹക്കിൻ്റെ ആ പരമ്പൊരുളിൻ്റെ സവിശേഷത മാത്രം ബാക്കിയാകുന്ന വിധം അതിൽ ഫനായ ഹസ്രത്ത് ബു അലി ഷാ ഖലന്ദർ പറയുന്ന ഫനാഗഷ്ടം, ഞാൻ അതിൽ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞ ആ ഫനാഗഷ്ടം എന്ന് പറഞ്ഞ അവിടെ ബാക്കിയാകുന്ന ബഖ എന്താണ്? ആ ബഖ ആകുന്നത് ആ സിഫാത്തെ ഹക്കാണ്,
ആ ഫളിലെ ഹക്കാണ്, ഹക്കിൻ്റെ ഫളിലാണ്, ഹക്കിൻ്റെ കൃപ മാത്രമാണ്, ഹക്കിൻ്റെ സവിശേഷത മാത്രമാണ് ബാക്കിയാക്കുന്നത്. ആ സവിശേഷത മാത്രം ബാക്കിയായ ആ ജീവിച്ചിരിക്കുന്ന ദൈവികതയുടെ പ്രകാശമാണ്, ദിവ്യപ്രകാശത്തിൻ്റെ അടയാളമാണ്, അതിൻ്റെ പ്രതിനിധാനമാണ്. ആരാണോ അതിൻ്റെ പൂർണ്ണ പ്രതിനിധാനമാകുന്നത്, ദൈവികതയുടെ പൂർണ്ണ പ്രതിനിധാനമായ പൂർണ്ണമായ അടയാളം, പൂർണ്ണമായ ഉപമ, ആ ഉപമാനമായിട്ടിരിക്കുന്നത് പ്രവാചകന്മാരെ കുറിച്ച്, ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച്, അതുപോലെ പ്രവാചക പരമ്പരയെക്കുറിച്ച്, ഗുരു പരമ്പരയെക്കുറിച്ച് പറയപ്പെട്ട ആ ഉപമാനമാണത്. അതാണ് ഷായിർ എന്ന് ഇവിടെ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പല തലത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതും പറയാകുന്നതും, ആ പറയുന്നതെല്ലാം ആ ഘട്ടത്തിലും ആ തലത്തിലും ഉള്ള യാത്രികർക്ക് അത് ശരിയുമാണ്. നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ പൊരുൾ എഴുതാനിരുന്നാൽ സർവ വൃക്ഷങ്ങളും പേനയാക്കിയാലും സമുദ്രത്തിലെ ജലമത്രയും മഷിയാക്കിയാലും എഴുതി തീരുകയില്ലെന്ന് പറഞ്ഞ അർത്ഥത്തിൻ്റെ പല തലത്തിലുള്ള ആഴപ്പൊരുളിനെയാണത് പ്രകാശിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഹൃദയഗുരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വാക്ക് അത്ര സൂക്ഷ്മതലത്തിൽ, അത്രമേൽ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തോട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഷായിറായിരിക്കുന്ന ആ ഷിയാർ, ആ അടയാളമായി, ആ ചിഹ്നമായി, ആ പ്രതിനിധാനമായി, അതിൻ്റെ പൂർണ്ണ പ്രഭയായി, ആ പ്രഭയായി വിരിഞ്ഞിരിക്കുന്നത് ഒരു പനിനീർ പൂവിൻ്റെ വിത്ത്. ആ വിത്ത് നമ്മൾ ദർശിക്കുന്നത് അതിൻ്റെ പൂവിലൂടെയാണ്. ആ പൂവിനെ കാണണമെങ്കിൽ അതിൻ്റെ പൊരുളറിയണം. ആ പൊരുളറിയാനുള്ള കാഴ്ച നമുക്കുണ്ടാകണം. ആ കാഴ്ചയിലൂടെ നമ്മൾ അതറിയണം. ഏതൊന്നും അതിൻ്റെ പ്രതിനിധാനത്തിലൂടെയാണ് അദൃശ്യതയെ നമ്മൾ ദൃഷ്ടാന്തമായി, ദൃശ്യമായി കാണുന്നത്. അദൃശ്യമായിരിക്കുന്ന ആ പൊരുളിനെ, ആ സൂക്ഷ്മപ്രഭയെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സൂര്യനെ നമ്മൾ അറിയുന്നത് ഈ വെയിലിലൂടെയാണ്, ഈ പ്രകാശത്തിലൂടെയാണ്. അതിൻ്റെ പൊരുൾ അതിൻ്റെ ഉറവയിലാണ്, അതിൻ്റെ ഉറവിടത്തിലാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ പ്രതിഫലനത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നു. നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരവും നമ്മുടെ ശരീരമായിരിക്കും, നമ്മുടെ ജീവനായിരിക്കും. നമ്മുടെ ജീവനും പ്രകാശവും നമ്മുടെ ജീവിതവും അതിലിരിക്കുന്ന അതിൻ്റെ ശ്വാസവും എല്ലാം ആ സൂര്യൻ എന്ന ആ ഉറവിടത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്, ബാഹ്യമായി തന്നെ. ഇങ്ങനെ അതിൻ്റെ ഏറ്റവും ഉറവയിലേക്ക് നമ്മുടെ ജ്ഞാനത്തെ കൊണ്ടുപോകുന്ന, ആ ജ്ഞാനത്തെ കാണണമെങ്കിൽ ആ ഷായിറിനെ, ആ ജീവിച്ചിരിക്കുന്ന ആ പ്രതിനിധാനത്തെ, ആ പ്രഭയെ, ആ പ്രതിഫലനത്തെ നിങ്ങൾക്ക് ദർശിക്കാനാകണമെങ്കിൽ അതെന്തിൽ നിന്നുമാണ് ആ ദർശിക്കുക? മിൻ തഖ്വൽ ഖുലൂബ് എന്നതാണ്. ഗുരു ആ വാക്ക് കൃത്യമായി പറയാണ്. ആ ഖുർആനിൽ നിന്നെടുത്തിട്ട് ഗുരു അതിനെ ഉദ്ധരിക്കുന്നുണ്ട്. മിൻ തഖ്വൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിലെ തഖ്വയുള്ളവർക്ക് മാത്രമാണ്, ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്ന് മാത്രമേ ആ ഷായിറിനെ നിങ്ങൾക്ക് ദർശിക്കാനാവൂ. ആ പ്രഭയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ആ ഗുരുപ്രകാശത്തെ നിങ്ങൾക്ക് ദർശിക്കാനാകണമെങ്കിൽ, അതിനു മുന്നിൽ പ്രണമിക്കാനാകണമെങ്കിൽ, അതിനെ പൂർണ്ണമായും അതിൽ വന്ദിക്കാനാകണമെങ്കിൽ, അതിനു മുന്നിൽ തല കുനിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? ആ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിലെ ആ തഖ്വ ഉണ്ടായിരിക്കണം. അവിടെ ഈ തഖ്വ എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഗുരു ഈ ഇരടികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. തഖ്വ എന്നത് നമ്മൾ പറയാറുണ്ട്, അതിൻ്റെ 3 തലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ അതൊരു ഭയഭക്തിയാണ്. തഖ്വ എന്നത് ഏറ്റവും സാമാന്യ തലത്തിൽ ഭയഭക്തി ഉള്ളവരെ ആസക്തിയുടെയും അതിനപ്പുറത്തേക്കുള്ള അഹന്തയുടെയും ഇടത്ത് നിന്ന് ഭയഭക്തിയിലേക്ക് മനുഷ്യൻ ആദ്യഘട്ടത്തിൽ തിരിയുന്നത് ആ തഖ്വയുടെ ഏറ്റവും സാമാന്യമായ ഭാവമാണ്. രണ്ടാമത്തെ ഘട്ടമെന്നത് ആ ഭയഭക്തിയിൽ നിന്ന് അവൻ സൂക്ഷ്മതയിലേക്ക് എത്തുകയാണ്. സൂക്ഷ്മതയില്ലാതെ പടർന്ന് അലഞ്ഞു പോയ ആ ഹൃദയത്തെ അവൻ സൂക്ഷ്മതയിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് തഖ്വ. അത് 2ാം ഘട്ടത്തിലാണ്. അവിടെ നിന്ന് ഉയർന്ന ഘട്ടത്തിൽ അത് സൂക്ഷ്മാവബോധത്തിലേക്ക്, അവനിലേക്ക് ആ ബോധം ഉണരുകയാണ്. അവൻ്റെ ആ ഹൃദയ ജാഗ്രതയാണ്, ആത്മധ്യാനമാണത്. ആത്മധ്യാനമാണ് ആ തഖ്വൽ ഖുലൂബ് എന്ന് പറയുന്നത്. ആ ഹൃദയങ്ങളിലെ സൂക്ഷ്മമായ ആ ജാഗ്രത, അതീവമായ ജാഗ്രത, ആ സിറാത്തിൽ നിന്ന് വീണുപോകാത്ത ജാഗ്രത, സദാ ആ ദൈവികതയിൽ മാത്രമായിരിക്കുന്ന ജാഗ്രത,
നമ്മൾ വീണ്ടും അത് മാ സാഗൽ ബസറു വമാ ത്വഗ എന്ന് പറഞ്ഞ അതിൽ നിന്ന് വിട്ടുപോകാത്തത്, ഒരിക്കലും അതിക്രമിക്കാൻ സാധിക്കാത്ത വിധം അതിൽ മാത്രമായിരിക്കുന്ന ജാഗ്രത, ആ ജാഗ്രത വളരെ പരമപ്രധാനമാണ്. ആ ഹൃദയ ജാഗ്രത അതുള്ളവർക്ക് മാത്രമേ, ആ ദൈവികമായ ഹൃദയാവബോധം ആദ്യമേ ഉള്ളിലുള്ളവർക്ക് മാത്രമേ ആ ദൈവികതയുടെ അടയാളമായി പ്രകാശിക്കുന്ന ഹൃദയങ്ങൾ അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുകയുള്ളൂ. ആ വിശുദ്ധമായ ആ കണ്ണാടിയിൽ അത് പ്രതിബിംബിക്കുകയുള്ളൂ. ആ കണ്ണാടി വിശുദ്ധമാക്കണം. ആ കണ്ണാടി മലിനമായാൽ അതിൽ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞാൽ ഒരിക്കലും അതിന് കാണാൻ സാധ്യമാവുകയില്ല. ആ ഹൃദയങ്ങൾ വിശുദ്ധമാകുമ്പോൾ മാത്രമേ, അത് തഖ്വയിലായിരിക്കുമ്പോൾ മാത്രമേ, ആ ജാഗ്രമായി, ആ പൂർണ്ണമായ അവയർനെസ്സോടെ, ആ നിതാന്തമായ കോൺഷ്യസ്നെസ്സോടെ അതിലിരിക്കുന്ന ഒരു അലേർട്ട്നെസ് ഉണ്ട്. അതിനെയാണ് ഗുരുക്കന്മാർ സദാ പറയുന്നത്. എപ്പോഴും ആ അവയർനെസ്സിലായിരിക്കുക, ആ ബോധത്തിലായിരിക്കുക, ആ അവബോധത്തിലായിരിക്കുക. എല്ലാ ഗുരുക്കന്മാരും നിതാന്തമായി ശിഷ്യർക്ക് കൊടുക്കുന്ന ഉപദേശം അതാണ്. ആ ശ്രദ്ധയാണ്. ആ ശ്രദ്ധയാണ് ഈശ്വരൻ എന്ന് പറയാറുണ്ട്. ആ ഈശ്വരീയത, ആ ശ്രദ്ധ എന്ന് പറയുന്ന ഹൃദയത്തിൽ ബദ്ധമായിരിക്കുന്ന നിതാന്തമായ ജാഗ്രതയാണത്. ആ ജാഗ്രത നിലയിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ ഷായിറിനെ ദൃശ്യമാവുകയുള്ളൂ. അതിന് മുന്നിൽ തല കുമ്പിടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ അഹന്ത അവനെ വലിച്ചു കൊണ്ടുപോയി കളയുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗുരു. അവിടെ എങ്ങനെയാണ് മസ്നവിയുടെ 1-ാം വോള്യത്തിൽ ഈ വിഷയത്തെ ഗുരു പറയുന്നത് എന്ന് നോക്കാം. 3706 ഈരടിയിൽ ഗുരു പറയുന്നു, ആ തഖ്വൽ ഖുലൂബ് എന്ന ആ വാക്കിനെ തന്നെ എടുത്ത് ഗുരു പറയാണ്. ആ ഹൃദയ ജാഗ്രതയാൽ, ഹൃദയത്തിലെ ധ്യാന സൗരഭത്താൽ പനിനീർ വർണ്ണമായി തീർന്ന സൗന്ദര്യ സ്വരൂപങ്ങളായ സുന്ദരവദനങ്ങളെ എങ്ങനെയാണ് അഗ്നിക്ക് കറുപ്പിക്കാനാവുക എന്നാണ് ചോദിക്കുന്നത്. ഈ സുന്ദരവദനങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഷായിർ. അവരെങ്ങനെയാണ് ഷായിറായത്? ആ തഖ്വൽ ഖുലൂബിനാലാണ്. അതിനെ തിരിച്ചറിയുന്നത് ആർക്കാണ്? ആ തഖ്വൽ ഖുലൂബ് ഉള്ളവർക്ക് മാത്രമേ, ഈ വിശുദ്ധ ഖുർആനിൽ പറയാം, ആ തഖ്വൽ ഖുലൂബിൽ നിന്ന് മാത്രമേ അതിനെ വന്ദിക്കാനും സാധ്യമാവുകയുള്ളൂ. ആ ബോധപ്രകാശം സിദ്ധിച്ചതിന് മാത്രമേ ആ ബോധപ്രകാശത്തെ വണങ്ങാനാവുകയുള്ളൂ, തിരിച്ചറിയാനാവുകയുള്ളൂ. അതുകൊണ്ട് അതിനൊരിക്കലും അഗ്നിക്ക് കറുപ്പിക്കാനാവില്ല. നാറിന്, ആ അഗ്നിക്ക് അതിനെ സ്പർശിക്കാനാവില്ല. കാരണം എന്താണ്? അത് പൂർണ്ണ പ്രകാശത്താൽ ഉയർന്നു നിൽക്കുന്നതാണ്. ആ പ്രകാശം നിറഞ്ഞവർക്ക് മാത്രമേ ആ പ്രകാശവർണ്ണമാർന്ന ദിവ്യ സ്വരൂപങ്ങളെ തിരിച്ചറിയാനും വന്ദിക്കാനും ആവുകയുള്ളൂ. അല്ലാത്തവർക്ക് അതിൻ്റെ അഹന്തയുടെ അഗ്നി കൊണ്ട്, അതിനെ ആസക്തിയുടെ അഗ്നി കൊണ്ട്, ആ നിഷേധാത്മകമായ ഭാവങ്ങളുടെ ആ താപം കൊണ്ടൊന്നും അതിനെ എന്താക്കാൻ സാധ്യമല്ല, അതിനെ കറുപ്പിച്ച് കളയാൻ സാധ്യമല്ല. ആ തഖ്വൽ ഖുലൂബ് ഉണ്ടെങ്കിൽ അത് പനിനീർ വർണ്ണമായി തീർന്നിരിക്കും. ആ ധ്യാന സൗരഭം, തഖ്വയുടെ ആ ധ്യാന സൗരഭത്താൽ, ആ ഹൃദയ ജാഗ്രതയാൽ അത് പനിനീർ വർണ്ണമായി തീരും. ആ ഹൃദയം അതിനെ ഒരിക്കലും ആ പനിനീർ വർണ്ണമായ, ആ സൗന്ദര്യ സ്വരൂപമായ ആ സുന്ദര വദനങ്ങളെ ഒരിക്കലും അഗ്നിക്ക് സ്പർശിക്കാനാവില്ല. അഗ്നിക്ക് സ്പർശിക്കാനാകാത്തതാണ്. അത് അത്രമേൽ തഖ്വൽ ഖുലൂബിലാണ്. അതിന് മാത്രമാണ് യഥാർത്ഥ ഷായിറിനെ തിരിച്ചറിയാനും സാധിക്കുക എന്ന് ഗുരു പറയുന്നു. ആ ഹൃദയങ്ങളിൽ ആ തഖ്വയുള്ളവർക്ക് മാത്രമാണ് അടയാളങ്ങളെ തിരിച്ചറിയാനാവുക, അടയാളമായി തീരാനാവുക. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആ അടയാളമായി തീർന്ന, അതിൻ്റെ ഉപമാനമായി തീർന്നതിനെ തിരിച്ചറിയണമെങ്കിൽ ആ ഉപമയുടെ പ്രകാശം ആദ്യമേ ഉള്ളിൽ ലഭിച്ചവർക്ക് മാത്രമാണ്. ആ പ്രകാശം ലഭിച്ചവരിൽ മാത്രമാണ് അവരുടെ ഹൃദയങ്ങളിൽ ആ തഖ്വ സദാ ഉണ്ടായിരിക്കുക, ആ ശ്രദ്ധയുണ്ടായിരിക്കുക, ആ ജാഗ്രതയുണ്ടായിരിക്കുക. ആ ജാഗ്രതയിൽ സദാ ആ ബോധത്തിലാവുക. വേദാന്തികൾ പറയാറുണ്ട്, നിങ്ങൾ ബോധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. കാരണം എന്താണ്? ബോധത്തിലായിരിക്കുന്നവന് അവന് യഥാർത്ഥമായ ബോധമെന്തോ, പരമബോധമെന്തോ, അത് മാത്രമാണ് അവനിലൂടെ ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ പ്രകാശിക്കുക. നമ്മൾ നിഷേധാത്മകമെന്ന് തോന്നുന്ന പലതും അതിലേറ്റവും പ്രകാശപൂർണമായിരിക്കും. നമ്മുടെ കാഴ്ചക്ക് മാത്രമാണ് പ്രശ്നമുണ്ടാവുക. ഹസ്രത്ത് ഖിളിറിന്റെയും മൂസായുടെയും ചരിത്രം നമുക്കറിയാം. സൂറത്തുൽ കഹ്ഫിലെ ആ ഭാഗത്ത് അത്
നമ്മുടെ കാഴ്ചക്കാണ് പ്രശ്നമുള്ളത്. ആ ബോധമുണർന്ന ആ തഖ്വൽ ഖുലൂബിലായിരിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തികൾ അത് പലപ്പോഴും നമ്മുടെ സാമാന്യ ബോധത്തിനുപരിയായ പരമബോധത്തോട് ചേർന്നിരിക്കുന്നതാണ്. അതിനെ തിരിച്ചറിയണമെങ്കിൽ അത് പൂർണ്ണമായ ആ തഖ്വൽ ഖുലൂബിൽ മാത്രമേ ആ ശആഇറിനെ തിരിച്ചറിയാനാകൂ. അല്ലെങ്കിൽ അവിടെ ക്ഷമിക്കാനാവില്ല, അവിടെ വണങ്ങാനാവില്ല. ആ വണങ്ങാൻ സാധിക്കാത്ത ഇടത്തിരിക്കുന്ന ആ അന്വേഷിയാണ്, ആ വണങ്ങാൻ സാധിക്കാത്ത ഇടത്ത് ഇരിക്കുന്ന ഘട്ടത്തെയാണ് അവിടെ മൂസ പ്രതിനിധീകരിക്കുന്നത്. ആ വിജ്ഞാനീയങ്ങളുടെ ഔന്നത്യമുണ്ടായിരുന്നു, ആ പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും മേലെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ ഔന്നത്യമുണ്ടായിരുന്നു. പക്ഷേ ആ ശാഇറിനെ, ആ പ്രകാശമായി വന്ന അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ പ്രവൃത്തികളും തൻ്റെ ബുദ്ധിക്കും തൻ്റെ കാഴ്ചക്കും തൻ്റെ സാമാന്യമായ അറിവിനും നിയമത്തിനും അതീതമായിരിക്കുന്ന ദൈവികതയുടെ കൽപ്പനകളെ, കാഴ്ചകളെ, ദൃശ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ആ തഖ്വൽ ഖുലൂബ് എന്ന് പറയുന്ന ആ സമ്പൂർണമായ അവബോധത്തിൻ്റെ ജാഗ്രതയിൽ മാത്രമേ ആ വിനീതത്വം ഉണരുകയുള്ളൂ. അവിടെ മാത്രമേ അവിടെ തല സമർപ്പിക്കാനാവുകയുള്ളൂ. അത്രമേൽ അവിടെ ഉണ്ടാകണം. അവിടെ അത് ക്ഷമിക്കാനാകണം, അവിടെ തല കൊടുക്കാനാകണം, അവിടെ സമർപ്പിതമാകണം. ആ സമർപ്പിതമാകാൻ മാത്രമുള്ള ഉള്ളത്തിലുള്ള എന്താ പറയുക, അത്രമേൽ ജാഗ്രതയുറ്റുന്ന ആ അവബോധം ഉണ്ടാകണം എന്നാണ് അതിൽ പറയുന്നത്. അവിടെ അത് ആ രീതിയിൽ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഓരോന്നും ഓരോ സൃഷ്ടിയിലേക്കും തൻ്റെ ദർശനത്തിലൂടെ ആ ദൈവികതയുടെ അടയാളങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ഉള്ളത്തിലുള്ള നിതാന്തമായ ജാഗ്രതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. സൂറത്ത് ആല ഇമ്രാനിലെ 191 സൂക്തത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മളെപ്പോഴും പറയുന്നത് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം അവനിലേക്കുള്ള അടയാളങ്ങളാണ്. അടയാളങ്ങളുടെ പൂർണ്ണ പ്രഭയാണ് യഥാർത്ഥത്തിൽ ഈ ശാഇർ എന്ന് പറയുന്നത്. ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം അവനിലേക്കാണ്. ഒരു അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ കാഴ്ചയും കേൾവിയും സ്പർശവും അവൻ്റെ രുചിയും അവൻ്റെ ഗന്ധവും സർവവും എന്താണ്? അതെല്ലാം അവൻ്റെ പ്രണയഭാജനത്തിലേക്കുള്ള അടയാളങ്ങൾ മാത്രമാണ്. ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ അതിൽ നിന്ന് വിട്ടുപോകും. ആ വിട്ടുപോകുന്നതിനെ നമ്മൾ റബ്ബന ലാ തുസിയ ഖുലൂബന എന്ന് പറഞ്ഞിടത്ത് ഇവിടെ പറയുന്നു സുബ്ഹാനക ഫഖ്നാ അദാബന്നാർ. ആ അഗ്നിയിൽ നിന്നും, ആ പരമപരിശുദ്ധനെ, ആ അഗ്നിയിൽ നിന്നും എന്നെ കാക്കണേ എന്ന് പറയുന്നത് അതിൽ നിന്ന് വിട്ടുപോകുന്ന അഗ്നിയാണത്. ആ അഗ്നിക്ക് ഒരിക്കലും എന്തിനെ കർപ്പിക്കാനാവില്ല. അതാണ് പറയുന്നത് ആ തഖ്വൽ ഖുലൂബ് കാരണം, ആ തഖ്വൽ ഖുലൂബിനാൽ പനിനീർ വർണ്ണമായിരിക്കുന്ന സൗന്ദര്യ സ്വരൂപങ്ങളെ ഒരഗ്നിക്കും സ്പർശിക്കാനാവില്ല. ആ അഗ്നി സ്പർശിക്കാതെ കാക്കണേ എന്ന് പറയാണ് സുബ്ഹാനക ഫഖ്നാ അദാബന്നാർ എന്ന് പറയുന്നത്. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അതിനപ്പുറത്തൊന്നും ബാത്തിലല്ല. അവിടെ ആ പൊരുളിലെത്തുമ്പോൾ, ആ ഹക്കിലെത്തുമ്പോൾ ജാ അൽ ഹഖു വസഹഖൽ ബാത്തില ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറയുന്നത്. ആ പരമപ്രകാശം, ആ പരംപൊരുൾ, ആ പരമബോധം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മിഥ്യകളും നിഷ്പ്രഭമാണ്. എല്ലാം നിഷ്പ്രഭമാവുക തന്നെ ചെയ്യും. ബാക്കിയെല്ലാം അവനിലേക്കുള്ളതാണ്. ആ ഹക്ക് മാത്രം ദർശിക്കുന്ന കാഴ്ചയിലേക്ക് എത്തും. അവിടെയാണ് ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല, എല്ലാത്തിനെയും അതിലേക്കല്ലാത്ത, അതായിരിക്കുകയല്ലാതെ, ആ പൊരുളിലേക്കല്ലാതെ, ആ ബോധത്തിലേക്ക് ഉണരുകയല്ലാതെ. അതുകൊണ്ട് ആ പരമബോധത്തിലേക്ക് സദാ കാഴ്ച, സദാ കണ്ണുകൾ നിറഞ്ഞ് കൃത്യമായി അതിലേക്ക് മാത്രമായിരിക്കുന്ന ബോധത്തിലല്ലാതെ, ആ ബോധമുണർന്നവർക്കല്ലാതെ ആ ശആഇറിനെ, ആ ധ്യാനികളെ, ആ അടയാളങ്ങളെ, ആ ദൈവികതയുടെ ചിഹ്നങ്ങളായിരിക്കുന്ന, ജീവിച്ചിരിക്കുന്ന ചിഹ്നങ്ങളെ ദർശിക്കാൻ സാധ്യമല്ല. അവരിൽ ആ തഖ്വൽ ഖുലൂബിൽ നിന്നല്ലാതെ അവരിലേക്ക് വണങ്ങാൻ കഴിയുകയില്ല എന്ന് ഗുരു ഉണർത്തുകയാണ്. തുടർന്ന് ഗുരു 3704 ഇരടിയിൽ പറയുന്നു, മസനവിയുടെ 1-ാം വോള്യത്തിൽ, ആ അഗ്നിയിലേക്ക് പിന്നെയും പിന്നെയും
നിന്റെ ഉള്ളിലെ നാറിലേക്ക്, അജാഗ്രതമായിരിക്കുന്ന നിന്റെ ഉള്ളിലേക്ക് പിന്നെയും പിന്നെയും നീ തഖ്വയില്ലായ്മയുടെ അജാഗ്രതയുടെ വിറക് കൊള്ളികൾ നീ ഇട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നിന്നിലെ അഗ്നി അണയുക? എപ്പോഴും നീ തപിച്ചുകൊണ്ടിരിക്കുന്നത്, നീ അഗ്നിയിലായിരിക്കുന്നത്, നീ ഭൗതികതയിൽ, നീ ഈ ലൗകികതയിൽ, ആ ദൈവികതയല്ലാത്ത ആ ശാന്തിയിൽ എത്രയോ ആയിട്ട് നീ നിലകൊള്ളുന്നു. എന്തുകൊണ്ടാണ് നിന്റെ ഉള്ളിലുള്ള ആ ഹൃദയത്തിലേക്ക്, ആ തഖ്വയിൽ നിരതമാകേണ്ട ഹൃദയത്തിലേക്ക് നീ തഖ്വയില്ലായ്മയുടെ അജാഗ്രതയുടെ വിറക് കൊള്ളികൾ സദാ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, നിന്റെ കാമനകളുടെ വിറക് കൊള്ളികൾ. ആ വിറക് കൊള്ളികൾ സദാ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള അഗ്നിയിലേക്ക് വിറകിടുമ്പോൾ പിന്നെയും പിന്നെയും അത് ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരിക്കലും അതിന് ശാന്തമാകാൻ കഴിയുന്നില്ല. അത് കെടാനായിട്ട് പോകുമ്പോൾ നീ വീണ്ടും അടുത്ത വിറക് കൊള്ളി ഇട്ട് കൊടുക്കുന്നു. ആ വിറക് കൊള്ളി ഇട്ട് കൊടുക്കുന്ന കാലത്തോളം, ആ കാമനകൾ, ആ ദേഹേച്ഛകളുടെ വിറക് കൊള്ളികൾ നീ ഇട്ട് കൊടുക്കുന്ന കാലത്തോളം ഒരിക്കലും നീ നിന്റെ ആ ഷാഇറിന് മുന്നിൽ നിന്റെ മനസ്സടങ്ങുകയില്ല. നിന്റെ മനസ്സടങ്ങുകയില്ല, നിനക്ക് തലവെക്കാൻ സാധിക്കുകയില്ല, അതിനെ വന്ദിക്കാനാവുകയില്ല. അവിടെ നിനക്ക് യഥാർത്ഥ പ്രകാശത്തിലേക്ക് നിനക്ക് വഴി കിട്ടുകയുമില്ല. കാരണം എന്താണ്? നീ നിരന്തരം നിന്റെ ഉള്ളിലെ അഗ്നിയിലേക്ക് നിരന്തരം വിറകിട്ട് കൊടുക്കുകയാണ്. നിന്റെ ഉള്ളിലെ ആ നമ്രൂദ്, നിന്റെ ദേഹേച്ഛയാകുന്ന നമ്രൂദ് നിന്റെ ഉള്ളിലെ നിന്റെ മനസ്സാകുന്ന തീക്കുണ്ടത്തിലേക്ക് പിന്നെയും പിന്നെയും ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും നിറയാത്ത അഗ്നിയാണ് നിന്റെ മനസ്സാകുന്ന ആ തീക്കുണ്ടത്തിലുള്ളത്. അവിടേക്ക് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഇബ്രാഹിം എരിഞ്ഞടങ്ങുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടുത്താനാകുന്ന ആ ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്താനുള്ള ആ ഗുരുപ്രകാശം അവിടെ വന്നണയുകയും അതിലെത്ര എരിഞ്ഞാലും അതിലേക്ക് എത്ര ഇട്ടാലും അത് കത്തി ചാമ്പലാകാത്ത വിധത്തിലുള്ള തണുപ്പും രക്ഷയും ഉണ്ടാകേണ്ടതുണ്ട്. നിന്നിലെ ഇബ്രാഹിം അതിനെ അതിജയിക്കുന്ന ഇബ്രാഹിം ഏതാണ്? അത് നിന്റെ ആ തഖ്വൽ ഖുലൂബാണ്. ആ തഖ്വയാണ്. ആ നിതാന്ത ജാഗ്രതയിൽ എത്ര അതിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോഴും ഒരിക്കലും പിന്മാറാത്ത വിധം അതിനെ കീഴടക്കാൻ ശേഷിയുള്ള, ആ അഗ്നിയെ കീഴടക്കാൻ ഒരിക്കലും സൗന്ദര്യ സ്വരൂപങ്ങളായ, ആ പനിനീർ വർണ്ണമായി തീർന്ന ആ തഖ്വൽ ഖുലൂബായിരിക്കുന്ന ആ ഇബ്രാഹിമിന് ഒരിക്കലും അഗ്നിക്ക് സ്പർശിക്കാനാവില്ല എന്ന് പറയാണ് ഒരു ആ സുന്ദര വദനങ്ങളെ, ആ ഇബ്രാഹിമിയായിരിക്കുന്ന നിന്റെ ഉള്ളിലെ ആ വദനം അതെങ്ങനെയാണ്? തഖ്വൽ ഖുലൂബിനാൽ ആ പനിനീർ വർണ്ണമായി തീർന്നതിനെ അഗ്നിക്ക് സ്പർശിക്കാനാവില്ല. എത്ര അഗ്നി ഒരുക്കിയാലും ശരി, ആ സ്പർശിക്കാനാവാത്ത ആ തഖ്വൽ ഖുലൂബ് ഉണ്ടാകണം. ആ അഗ്നിയിലേക്ക്, അതിലേക്ക് തഖ്വൽ ഖുലൂബ് അതില്ലാതെ നിന്റെ ഹൃദയങ്ങളിൽ ആ തഖ്വ ഇല്ലാതെ അജാഗ്രതയുടെ കാമനകളുടെ വിറകൊള്ളികൾ പിന്നെയും പിന്നെയും ഇട്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും അഗ്നി അണയുകയില്ല. അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കും, അത് കത്തിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കും. അവിടെ വേണ്ടത് എന്താണ്? ആ തഖ്വയാണ്. ആ തഖ്വ കൊണ്ട് മാത്രമേ നിനക്കതിനെ തിരിച്ചറിയാനാകൂ, അതിനെ ദർശിക്കാനാകൂ, അതിന് മുന്നിൽ നിന്നെ തന്നെ സമർപ്പിക്കാനാകൂ. 3705 ഇരടിയിൽ ഗുരു പിന്നെയും പറയാണ്, ചൂൻ കഹീസം ബാസ് ഗീരി നാർ മുർദ് സാൻ കെ തഖ്വ ആബ് സൂയെ നാർ ബുർദ്. എന്നാൽ ആ അഗ്നിയിൽ നിന്ന് നീ വിറകെടുത്ത് മാറ്റണം. അതിലേക്ക് പിന്നെയും പിന്നെയും നിന്റെ കാമനകളുടെ, നിന്റെ ദേഹേച്ഛകളുടെ വിറകുകൾ ഇട്ടുകൊണ്ട് കത്തിച്ചുകൊണ്ടിരുന്നാൽ തഖ്വ ഇല്ലാതാകും. ആ തഖ്വയില്ലായ്മയിൽ എല്ലാം കത്തിച്ചാമ്പലാകും. അവിടെ നീ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ആ വിറകുകൾ എടുത്തു മാറ്റണം. ആ തീ കെട്ടുപോകാൻ വിധം നിന്റെയിലേക്ക് കാമനകളെ പിന്നെയും പിന്നെയും നീ നിന്നിലേക്ക് ഇട്ട് കൊടുക്കരുത്, ആ അഗ്നിയിലേക്ക് ഇട്ട് കൊടുക്കരുത്. അഗ്നി കെട്ടുപോകണം. കാരണം ആ ഹൃദയ ജാഗ്രത, ആ തഖ്വ ഉണ്ടാകും. എന്താ സംഭവിക്കുക? ആ ഹൃദയ ജാഗ്രത, ആ തഖ്വ എന്നത് അതിലേക്ക് വെള്ളമൊഴിക്കലാണ്, അതിലേക്ക് വെള്ളം കൊണ്ടുപോകലാണ്. തഖ്വ ആബ് സൂയെ നാർ ബുർദ്, ആ അഗ്നിയിലേക്ക് വെള്ളമൊഴിക്കുകയാണ് ആ തഖ്വ എന്നത്. ആ തഖ്വ കൊണ്ടാണ് അതിലേക്ക് വെള്ളമൊഴിക്കേണ്ടത്. നിന്റെ സൂക്ഷ്മത കൊണ്ടാണ്, നിന്റെ ഹൃദയ ജാഗ്രത കൊണ്ടാണ്, നിന്റെ ഭയഭക്തി കൊണ്ടാണ്. ഓരോ ഘട്ടത്തിലുള്ള മനുഷ്യരും ഓരോ തലത്തിലാണ് അതിലേക്ക് വെള്ളമൊഴിക്കുന്നത്. നിന്റെ ഉള്ളിലെ നാറിലേക്ക്, അതിലേക്ക് പിന്നെയും പിന്നെയും അജാഗ്രതയുടെ വിറകുള്ളികൾ, നിന്റെ കാമനകളുടെ ദേഹേച്ഛകളുടെ വിറകുള്ളികൾ ഇട്ടുകൊടുക്കാതെ അവിടെ നീ ആ ഹൃദയ ജാഗ്രതയുടെ, ഹൃദയാവബോധത്തിന്റെ, ആ സൂക്ഷ്മാവബോധത്തിന്റെ, നിന്റെ ധ്യാന സൗരഭത്തിന്റെ ജലമൊഴിച്ചുകൊണ്ടേയിരിക്കുക.
ആ ജലമൊഴിക്കുമ്പോൾ അതിങ്ങനെ അഗ്നിയെല്ലാം കെട്ടടങ്ങും, ആ നാറ് മുഴുവൻ നൂറായിത്തീരും. ആ പ്രകാശ ദൃഷ്ടി കൊണ്ട് വേണം നീ ആ ഷായിറിനെ തിരിച്ചറിയാൻ, ആ ഷായിറിന് മുമ്പിൽ വണങ്ങാൻ, അതിനെ വന്ദിക്കാൻ, അതിന് മുന്നിൽ നമ്രതയോടെ ശിരസ് നമിക്കാൻ. ആ പ്രകാശം ഉള്ളിൽ നിറയണമെന്ന് ഗുരു പറയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ പല ഭാഗത്ത് തഖ്വയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 223 സൂക്തത്തിൽ പറയുന്നു, വത്തഖുല്ലാഹ വഅലമു അന്നകും മുലാഖൂഹ്. നിങ്ങൾ തഖ്വയുള്ളവരാവുക, അവബോധമുള്ളവരായി. ഈ അവബോധത്തിലേക്കാണ്, അവബോധപൂർണതയിലേക്കാണ് ഓരോ ഗുരുവും ശിഷ്യനെ നിതാന്തമായി കൊണ്ടുപോകുന്നത്. അവൻ്റെ മനസ്സടക്കുന്നത്, അവൻ്റെ മനസ്സിനെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് സ്വയം കീഴടക്കാൻ പ്രാപ്തമാക്കിക്കൊണ്ട് അതിലേക്ക് വെള്ളമൊഴിച്ചു കൊണ്ടേയിരിക്കുന്നത്. അവൻ നിരന്തരം വിറകിട്ട് അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതിന് പകരം അതിലേക്ക് വെള്ളമൊഴിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ ജാഗ്രതയിൽ നിലകൊള്ളാനാണ്. വത്തഖുല്ലാഹ് വഅലമു അന്നകും മുലാഖൂഹ്. അങ്ങനെയാവുമ്പോൾ നീ അറിയുക, നീ ആ തഖ്വയിലാകുമ്പോൾ അറിയുക, അന്നകും മുലാഖൂഹ്, നീ ആ നിന്റെ നാഥനെ നീ സന്ധിക്കുക തന്നെ ചെയ്യും. ആ സന്ധിക്കണമെങ്കിൽ ആ സന്ധിക്കുമെന്ന് അറിയുക. യഥാർത്ഥത്തിൽ അതിനെ പൂർണ്ണമായും അതിലേക്ക്, ആ വിസാലിലേക്ക് എത്തണമെങ്കിൽ ആ തഖ്വ മാത്രമാണ് വഴി. ആ നിതാന്തമായ ജാഗ്രത, ആ ഹൃദയ ജാഗ്രത, ആ ധ്യാന സൗരഭം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അത് മാത്രമാണ് ആ സന്ധിക്കലിലേക്ക് നിന്നെ എത്തിക്കുക എന്നുകൂടി നീ അറിയണം. നീ സന്ധിക്കുക തന്നെ ചെയ്യും ആ തഖ്വയിൽ മാത്രമാണ്, ആ ധ്യാനപൂർണതയിലാണ് നിന്റെ ഉള്ളമടങ്ങണം പൂർണ്ണമായിട്ടും. നിന്റെ ആ ഫനാഗഷ്ടം എന്ന് പറയുന്നത് സൂറത്തുൽ തൗബയിലെ 9 അധ്യായത്തിലെ 119 സൂക്തത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്വാദിഖീൻ. ഇത് കൃത്യതയോട് പറയാണ്. 2 മാർഗമാണുള്ളത്. നീ ആ പൂർണ്ണതയിലേക്ക്, ആ പൂർണ്ണ പ്രകാശത്തിലേക്ക് നിനക്കണയാൻ 2 മാർഗം. യാ അയ്യുഹല്ലദീന ആമനു, ആത്മബോധം സിദ്ധിച്ചവരോട് പറയാൻ 2 മാർഗമാണ്. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിൽ ആ ജാഗ്രതയിലാകുക, നിന്റെ ഹൃദയം പൂർണ്ണമായും അതിലേക്ക് തിരിയുക. വകൂനൂ മഅസ്വാദിഖീൻ, സ്വാദിഖീങ്ങൾക്കൊപ്പമാവുകയും ചെയ്യുക, ആ സത്യബോധം സിദ്ധിച്ചവർക്കൊപ്പമാവുകയും ചെയ്യുക. ഇത് തന്നെയാണ് ആ ഷായിർ. ആ സത്യബോധം സിദ്ധിച്ച, ആ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ ചിഹ്നങ്ങളായി, അടയാളങ്ങളായി തീരുന്ന ആ ആത്മബോധം സിദ്ധിച്ച, സത്യബോധം സിദ്ധിച്ച, സത്യസാക്ഷാത്കാരം സിദ്ധിച്ച സ്വാദിഖിൻ്റെ കൂടെ ആവുക. അതാണ് ഗുരുക്കന്മാർക്കൊപ്പമാവുക എന്ന് പറയുന്നത്. ആ സഹവാസത്തിലാവുക, അതിൻ്റെ സഹഗാമികളാവുക, അതിനു മുന്നിൽ തല കുനിക്കുക, അവിടെ സർവം സമർപ്പിക്കാനാവുക. ആ സമർപ്പണത്തിലൂടെ, ആ സമർപ്പണം സാധ്യമാകുമ്പോൾ മാത്രമാണ് ഇത് 2ഉം ഒരുമിച്ച് വരേണ്ടതാണ്. നിന്നിൽ അതീവ ജാഗ്രമായ ഹൃദയം ഉണ്ടാകുമ്പോൾ മാത്രമേ നിനക്കതിന് മുന്നിൽ നിനക്ക് വന്ദിക്കാനാവൂ, അതിനു മുന്നിൽ നിനക്ക് ശിരസ് നമിക്കാനാവൂ എന്ന് പറഞ്ഞു. ആ ശിരസ് നമിച്ച് അതിൻ്റെ സഹഗാമിയാകണം. നിന്റെ ആത്മബോധം അതിനു മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ട് ആ നിതാന്തമായ ജാഗ്രതയിലാകണം. അല്ലാഹു അല്ലാത്ത, ആ ദൈവികതയല്ലാത്ത എല്ലാവിധ അബോധങ്ങളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥാന്തരങ്ങളിൽ നിന്നും നിന്റെ ഹൃദയാന്തരത്തെ നീ രക്ഷപ്പെടുത്തിയിട്ട് സമ്പൂർണമായി അതിലേക്ക് മാത്രമാകണം നിന്റെ ഹൃദയം. ആ ദൈവികതയെ അനുഭവിക്കുന്ന, ആ അനുഭവത്തിൻ്റെ ആ വല്ലാത്ത ആ അനുഭൂതിയിലേക്ക്, അതിൻ്റെ ആനന്ദത്തിലേക്കാകണമെങ്കിൽ ആ സത്യസാക്ഷ്യം സിദ്ധിച്ചവർക്കൊപ്പമാകണം. അതാണ് നിന്നെ ആ അൻഅംത അലൈഹിം, അനുഗ്രഹീതർക്കൊപ്പമാകുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ആ 2 തലങ്ങൾ, നിന്റെ ഹൃദയത്തിലെ തഖ്വയും നിന്റെ ആ സഹവാസവുമാണ്. വകൂനൂ മഅസ്വാദിഖീൻ എന്ന് പറഞ്ഞ 2 ഭാഗം സൂറത്തു തൗബയിൽ 119 സൂക്തത്തിൽ കൃത്യതയോടെ പറയാണ്. പിന്നീട് പറയാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഫസിയാബക ഫതഹിർ എന്നത് സൂറത്തുൽ മുദ്ദസ്സിറിലെ 4 സൂക്തത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് പങ്കുവെച്ചു. അതിനോട് ചേർന്ന് പറയാണ്, വലിബാസു തഖ്വ ദാലിക ഖൈറുൻ. ആ തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ഖൈറായ വസ്ത്രം ഏതാണ്? വലിബാസു തഖ്വ എന്നതാണ്. ആ തഖ്വയുടെ വസ്ത്രമാണ്. ആ വസ്ത്രമാണ് നീ ശുദ്ധീകരിച്ച് നിന്റെ വസ്ത്രം വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞ അതിനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ, ആ വസ്ത്രം ശുദ്ധീകരിക്കുന്നവരെ മുമ്പേ മുഖം തിരിക്കല്ലേ എന്ന് ഗുരു നമ്മോട് പറഞ്ഞു തന്നു. ആ ശുദ്ധീകരിക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ വസ്ത്രമാണേത്? വലിബാസു തഖ്വ ദാലിക ഖൈറുൻ എന്ന് ഗുരു പറയാണ്, അല്ല വിശുദ്ധ ഖുർആനിൽ പറയാണ്.
അതിനെ ഗുരു നമുക്ക് ഈ രീതിയിലാണ് അതിനെ പകർന്നു തരുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇമ്രാനിൽ 3-ാമത്തെ അധ്യായത്തിലെ 76-ാമത്തെ സൂക്തത്തിൽ അതിനെ പൂർണ്ണമാണ് ആ തഖ്വ ഹൃദയത്തിൽ സമ്പൂർണ്ണമാകുന്നവരുടെ അവസ്ഥ. അവരെന്താണ്, അവരെക്കുറിച്ച് എന്താണ് അള്ളാഹു പറയുന്നത്? അതിൽ പറയാണ് ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ എന്നത്. നിശ്ചയമായും അള്ളാഹു ആ മുത്തഖീങ്ങളെയാണ് പ്രണയിക്കുന്നത്. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നത്. ഇതേ വാക്ക് ആവർത്തിച്ച് ആ മുത്തഖീൻ, ആ ഹൃദയ ജാഗ്രതയുള്ള സമ്പൂർണമായും ദൈവികതയിലേക്ക് മാത്രം മുഖം തിരിഞ്ഞവരാണ്. അവരെയാണ്, ആ മുത്തഖീങ്ങളെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്, അള്ളാഹു പ്രണയിക്കുന്നത്. ആ ഹൃദയം പൂർണ്ണമായിട്ടും തഖ്വയിലേക്ക് എത്തുമ്പോൾ, ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ലിബാസു തഖ്വ, ആ വസ്ത്രം അങ്ങ് ഏറ്റവും ഉയർന്ന ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം അണിയുമ്പോൾ അതിൽ നിന്ന് ആ ഷായിറിനെ തിരിച്ചറിയാനാകുമ്പോൾ, ആ ഷായിറിന് മുന്നിൽ സമ്പൂർണമായും ശിരസ് നമിക്കുമ്പോൾ, ആ സമ്പൂർണമായ പ്രകാശത്തിലേക്ക്, ആ പ്രണയപ്രകാശത്തിലേക്ക് അടുക്കുമ്പോൾ ആ പ്രണയം അതെങ്ങനെയാണോ, ഏതൊരു നിമിഷമാണോ നിന്റെ ഉള്ളിൽ പ്രണയമായി വിരിയുന്നത്, അത് അവൻ്റെ പ്രണയമാണെന്ന് ഗുരു പറയുന്നു. നിന്നിലെ പ്രണയം, ആ ദിവ്യപ്രണയം നിന്നിൽ ഉതിരുന്ന നിമിഷം നീ അറിയുക, ആ ദൈവികത നിന്നിലേക്ക് ആ പ്രണയപ്രകാശത്തെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയം പൂരകമാണ്, പരസ്പര പൂരകമാണ്. ആ നിമിഷത്തിലാണ്, അങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രമേ ആ ഷായിറിനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആ ഷായിറിനെ തിരിച്ചറിയുമ്പോഴാണ് ആ ബോധത്തിൽ ഇരുന്നു കൊണ്ട് വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞ ആ തഖ്വൽ ഖുലൂബ് ഉള്ളിൽ വരുമ്പോഴാണ് ആ ഷായിറിന് മുന്നിൽ ശിരസ് നമിക്കുന്നത്. പീർ കാ ഗുലാം ഹോ ഗയാ എന്ന് ഗുരുക്കന്മാർ പറയുന്നത്. വോ അലിഷാ ഖലന്ദർ ആ ഘട്ടത്തെ ഒരു കവിതയിൽ പറയുന്നു, ഗുലാമെ റൂയ ഊ ഭൂതം. ആ പ്രകാശത്തിന് മുന്നിൽ, ആ ഷായിറിന്റെ പൂർണ്ണപ്രകാശത്തിന് മുന്നിൽ, ആ സുന്ദരവദനത്തിന് മുന്നിൽ ഞാനിതാ അടിമയായിപ്പോയി. ഞാൻ അസീറെ മൂയ ഊ ഭൂതം, ആ പ്രണയസ്വരൂപത്തിൻ മുടിയിഴകളുടെ തടവിൽ അകപ്പെട്ടു ഞാൻ എന്ന് പറയുന്നുണ്ട്. ആ തടവിൽ അകപ്പെടും വിധം ആ പ്രകാശത്തെ, സമ്പൂർണ്ണ പ്രകാശത്തെ ആ ഗുരു ഹൃദയത്തിൽ, ആ ഗുരു മൊഴികളിൽ, ആ ഗുരുവചനത്തിൽ ദർശിക്കുമ്പോഴാണ് അതിൽ പൂർണ്ണമായും അതിലങ്ങ് പെട്ടുപോകുന്നത്. ഖജാ ഗുലാം ഫരീദിന്റെ പഞ്ചാബിയായ സൂഫി ബാബ ഖജാ ഗുലാം ഫരീദ് പല വാക്കുകളിലായിട്ട് ആ സമ്പൂർണതയെ അനുഭവിക്കുമ്പോൾ പറയുന്നുണ്ട്, മെഡാ ഇഷ്ക് ബീത്തു, മെഡാ യാർ വീത്തു, മെഡാ ദീൻ വീത്തു. ഇങ്ങനെ ഓരോന്നും, നീ അങ്ങാണ്, എൻ്റെ പ്രണയം അങ്ങാണ്, എൻ്റെ പ്രാണൻ അങ്ങാണ്, എൻ്റെ പ്രണയഭാജനം അങ്ങാണ്, എൻ്റെ ദീൻ, മെഡാ ദീൻ വീത്തു, മെഡാ ഈമാൻ വീത്തു, മെഡാ ജിസ്മ വീത്തു, മെഡാ റൂഹ് വീത്തു, മെഡാ ഖൽബ് വീത്തു, കഅബ ബിത്തു, ഖിബ്ല, മസ്ജിദ്, മിമ്പർ, മുസ്ഹഫ് ഖുർആൻ വിത്തു എന്നിങ്ങനെ പല വചനങ്ങളിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോന്നും ആ അടയാളത്തെ, ആ സമ്പൂർണമായ ദൈവികതയുടെ സമ്പൂർണമായ അടയാളത്തെ കാണുമ്പോൾ, അതിലേക്ക് കൊണ്ടുപോകുന്ന പൂർണ്ണപ്രകാശത്തെ കാണുമ്പോൾ, ആ ദിവ്യപ്രകാശത്തിലേക്കുള്ള വഴികാട്ടിയെ, ആ പൂർണ്ണമായ ആ പ്രഭയെ, ആ ദിവ്യപ്രഭയെ, ആ പ്രകാശനത്തെ നേർദർശനത്തിലേക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ വല്ലാത്ത ആനന്ദാവസ്ഥയിൽ പാടിപ്പോകുന്നതാണിത്. ഒരുപാട് സൂഫികൾ, ആ സൂഫി ഗുരു പരമ്പര ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, അവിടെയാണ് പീർ കാ ഗുലാം ഹോ ഗയാ, ആ പീറിൻ്റെ, ആ ഗുരുവിന് മുന്നിൽ ഞാനിതാ സമ്പൂർണമായും ശിരസ് നമിച്ചു കഴിഞ്ഞു, എല്ലാം കൊടുത്തു കഴിഞ്ഞു, ഞാനിതാ എൻ്റെ മനസ്സടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നത്. ആ കൃത്യതയോടുകൂടി ആ ഷായിറിനെ കാണാനുള്ള ആ തഖ്വ, ആ ഖൽബിലെ തഖ്വ പൂർണ്ണമായി വിരിയുമ്പോഴാണ് അതിനെ തിരിച്ചറിയുന്നത്. അവിടെയാണ് ആ യുഅല്ലിം എന്ന് പറഞ്ഞ ആ ഖലമത്ത്, അതിലങ്ങോട്ട് ആ പൂർണ്ണമായിട്ടുമുള്ള ആ വിധേയത്വം, ആ വണങ്ങൽ അത് സംഭവിക്കുകയാണ്. അത് സംഭവിക്കുമ്പോഴാണ്, ആ സംഭവിക്കണമെങ്കിൽ ആ തഖ്വയിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആ ഹൃദയ ജാഗ്രതയാണ് അത് സംഭവിക്കുന്നത്. സസ്നേഹം.